ഗുഡ് വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ അച്ചാറാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ പപ്പായ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാർ തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ലെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചൂലിനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്പം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കായ പൗഡർ, 3/4 ടീസ്പൂൺ ഉലുവ പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
പപ്പായ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.